അപ്പോൾ നമ്മൾ നമസ്തേ വനാലയ എന്ന പ്രോപ്പർട്ടിയുടെ ടീമിനോടൊപ്പമാണ് നിൽക്കുന്നത്. അതായത് എല്ലാവരും കൂടി ഒന്ന് പീസ് ആവാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിന്റെ നടുക്ക് നമ്മളൊരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അയ്യോ, ഇന്ന് രാവിലെ മലയപ്പോയപ്പോ എന്റെ പൊന്നപ്പാ ഞാൻ വിചാരിച്ചു തീർന്നു പണ്ടാണ് തീർന്നു പോയി. മല കയറി പോകണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടണ്ടേ. എന്റെ പൊന്നെ ഇനി എങ്ങനെ തിരിച്ചിറങ്ങും ചേട്ടാ? ചേട്ടല്ല ഫുൾ ട്രസ്റ്റ്. ഇതിൽ ഇറങ്ങണ്ട, ആ താഴത്തെ മരല്ലേ ഡെയിലി ഇത് കയറി ഇറങ്ങിയ 6 പാക്കാ. അപ്പോൾ നമ്മൾ നമസ്തേ വനാലയ എന്ന പ്രോപ്പർട്ടിയുടെ ടീമിനോടൊപ്പമാണ് നിൽക്കുന്നത്. എന്താണ് ബ്രോയുടെ പേര്? എൻ്റെ ഒരു വിശാലനാണ്. ഓക്കെ, എന്താണ് നിങ്ങൾ ഈ നമസ്തേ വനാലയ, ആ പേര് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ല ചേട്ടാ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, എന്താണ് ആ പേരിൽ അർത്ഥമാക്കുന്നത്? എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഇതൊരു കർണാട്ടിക് വേർഡാണ് വരുന്നത്, വനാലയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ സിറ്റി ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. പൊല്യൂഷൻസ്, വണ്ടീന്റെ സൗണ്ട്, കാര്യങ്ങള്, ഇതൊക്കെ വരുന്ന ഒരു കൺസെപ്റ്റാണ് നമുക്ക് നോർമലി വരുന്നത്. അപ്പൊ അവിടുന്ന് നമുക്ക് ഈ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് ഒരു മാറ്റമായിട്ട് വന്നാണ്. അതായത് എല്ലാരും കൂടി ഒന്ന് പീസ് ആവാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിന്റെ നടുക്ക് നമ്മളൊരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് ഇവിടെ വന്നിട്ടുണ്ട് വണ്ടീന്റെ സൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് വരുന്നത്. ഇപ്പൊ വാട്ടർഫാളിന്റെ സൗണ്ട്, കിളികളെ സൗണ്ട്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മാത്രമായിട്ടാണ് വരുന്നത്. പിന്നെ നെറ്റ് ഉണ്ടാവില്ല, വൈഫൈ ഒന്നും ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. 2 ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പീസായി ഇരിക്കുക, ഫുൾ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ കഴിഞ്ഞു പോവുക. ആ ഒരു കൺസെപ്റ്റാണ്. ഞങ്ങളൊരു 3 പേര് ചേർന്നിട്ട് ഇത് എമറാൾഡിന്റെ ഒരു സപ്പോർട്ടോട് കൂടി അവരുടെ പ്രോപ്പർട്ടിയാണ് ഇത് വരുന്നത്. നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. പറഞ്ഞു വൈഫൈ അങ്ങനെയുള്ള മൊബൈൽ റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ ആയാലും സ്റ്റേ അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ഇപ്പൊ പറഞ്ഞു? ഓൾറെഡി നിങ്ങൾ ഇത് പണി നടക്കുവാണെന്നൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ടോട്ടലി ഒരു 34 ഏക്കേഴ്സ് ആണ് വരുന്നത്. പ്രൈവറ്റ് ആയിട്ട് വരുന്നതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ പ്ലാന്റേഷൻ വരുന്നുണ്ട്. നമുക്ക് അല്ലാതെ തന്നെ നാച്ചുറൽ പൂളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള പ്ലാന്റേഷൻ വാക്കിങ്സ് കാര്യങ്ങള്, സെറ്റ് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻഗേജിംഗ്, അതായത് 2 days ആണെങ്കിൽ പോലും എൻഗേജിംഗ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇവൻ നാച്ചുറൽ പോണ്ട് ആയിട്ടുണ്ട്, അല്ലാതെ തന്നെ വാട്ടർഫാൾ ആയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ അരുവികള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെ വാക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. മനസ്സിലായി. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ടൈം പോകുന്ന അറിയില്ല. ആ ഒരു ഓൾറെഡി നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇനി ഞങ്ങള് ഇപ്പൊ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും പ്രോപ്പർ ഇല്ലായിരുന്നല്ലോ. ഇതുവരെ ഞങ്ങൾ വന്നത് ഒരു അൺപ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അപ്പം ഒരിക്കലും ഒരു അൺപ്ലാൻഡ് ആയിട്ട് ആരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. ബിക്കോസ് നമ്മൾ ഇന്നലെ കയറി വന്ന് നമ്മൾ ഇവരോട് നമുക്ക് റൂം എന്താണ്, താഴേന്ന് കിട്ടിയ ചേട്ടന്മാരുടെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ വണ്ടി എക്സ്പ്ലോർ ചെയ്യണം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ കയറി വന്നപ്പോൾ കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി. നമ്മൾ ഇവരെ വിളിച്ച് ഓൾറെഡി ബുക്ക് ചെയ്ത് നമ്മൾ ഇതൊരു ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വരേണ്ടത്. നമുക്കത് അറിയില്ലായിരുന്നു, അവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പണി നടക്കുന്നതുകൊണ്ടാണ് ഒരു 3 മാസങ്ങളിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഗേറ്റും കാര്യങ്ങളും ഒക്കെ വെക്കും. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ അധികം കടത്തിവിടും. അത് പെർമിഷനോട് കൂടെ മാത്രം, ഫോറസ്റ്റിന്റെ പെർമിഷൻ കൂടെ വേണം അല്ലേ? ഫോറസ്റ്റിന്റെ പെർമിഷനോട് കൂടെ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഇതിൽ കൊടുത്തിരിക്കും. അവരെ വിളിച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമേ ഇങ്ങോട്ട് വരാവുള്ളൂ. അത്രയ്ക്ക് ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെയും ഈ തോട്ടത്തിൻ്റെയും നടുക്കാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറിയാലോ, ഫോറസ്റ്റിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇവർ സെറ്റ് ചെയ്യുള്ളൂ. നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ ഒരാളുടെ കാര്യം കൂടെ പറയണം, സരുൺ അല്ലേ നമ്മുടെ കൂടെ ഇന്ന് ഗൈഡ് ചെയ്ത് നമ്മളെ പല ഈ തോട്ടത്തിലൂടെയും വെള്ളച്ചാട്ടത്തിലൂടെ കൊണ്ടുപോയത് സരുണാണ്. സരുൺ ഈസ് എ നൈസ് ഗൈ. ആള് നമ്മൾ വന്ന് ആദ്യം കണ്ടപ്പോൾ ഇച്ചിരി റഫ് ആൻഡ് ടഫ് ഒക്കെ പോലെ തോന്നിയെങ്കിലും പക്ഷെ ആളോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ പോയ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പേടിക്കേണ്ട നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫെസിലിറ്റി എല്ലാം വരുന്ന ആൾക്കാർക്കൊക്കെ കിട്ടും. അപ്പം ഉറപ്പായിട്ടും
ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വരണമെന്നുണ്ടെങ്കിൽ ഈ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം ഒരു ഹരം. L4 ഇടേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലം ഈ കല്ല് പോലത്തെ അല്ലേ, ഉരുളൻ കല്ല് പോലത്തെ. ഓക്കെ 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 യെസ്. മല കയറി പോകണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടണ്ടേ, രണ്ടാം തണ്ടിലേറി പോകണ്ടേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റൈറ്റ് ചെയ്യാൻ പിടിക്കത്തില്ല. അത് കൊക്കയാ അല്ലേ? അത് കൊക്കയാ. ഗ്രേറ്റ്. വാക്കുകൾ പോരാ. DAC ഓഫ് ചെയ്തേക്കണമെങ്കിൽ DACയുടെ ആവശ്യം വേണമെങ്കിൽ ഇടാം. അയ്യോ, ഇന്ന് രാവിലെ മലയപ്പോയപ്പോ എന്റെ പൊന്നപ്പാ, ഞാൻ വിചാരിച്ചു തീർന്ന് പണ്ടാരെ തീർന്നു പോയി, എന്നെ കൊല്ലാൻ കണ്ടോണ്ടിരിക്കാണ്. കോപ്റ്റർ ഒന്ന് പോണേ, കോപ്റ്റർ താഴെ ഇടിഞ്ഞു വീട് ഒന്നുള്ളത് കിടന്നിട്ട് കോപ്റ്റർ വിളിച്ച് കൊണ്ടുപോകാൻ. ചേട്ടാ, ചേട്ടൻ മറ്റേ ഹൈലക്സ് ആയിട്ട് പോയിട്ട് മറ്റേ ബൈജോണ്ടാറിന്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, മറ്റേ ബെഡ് വിരിച്ച് ബാക്കിൽ കിടക്കാതെ. ചേട്ടൻ കിടക്കുന്നില്ല ചേട്ടാ? ഇല്ല, അത് ഞാൻ നിനക്ക് അവസരം തരാം. നീ നിനക്ക് ഒരു ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ? എന്താണ് ചെയ്യണ്ട? നീ പറയുന്ന കണക്ക് ചെയ്തു കഴിഞ്ഞാ അല്ല, എന്താ ചെയ്യണ്ട? ചെയ്യണ്ട ഇത്രേ ഉള്ളൂ. ഞാൻ നിനക്ക് എന്റെ LV ഗ്ലാസ് തരും. ജോക്കിയുടെ ബോക്സിൽ നിന്ന് ഇട്ടോണം. ഇട്ടിട്ട് ഐലക്സിന്റെ ബാക്കില് ഒരു മാട്രസ് തരും, അതിട്ട് കിടക്കണം. പറ്റുമോ എനിക്ക്? ശരി. ചെയ്താൽ നിനക്ക് ഹയറ്റില് ഒരു ദിവസത്തെ സ്റ്റേ തരും. ഉറപ്പാളാ? ഉറപ്പ്. ഞാൻ മരിച്ചില്ലെങ്കിൽ വാക്ക് മാറ്റൂല. ഉറപ്പാളാ? ഉറപ്പ്. ശരി, എവിടെ ചെയ്യണം പറ, ഇത് അതോടെ പറ. അത് നിനക്ക് എവിടെ വേണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഇങ്ങനെ കിടന്ന് കാണണം. ഈ ചുരം ഇറങ്ങുന്നതിന് മുമ്പേ ചെയ്താ മതിയല്ല? മതി. ഇഷ്ടം മതിയല്ല? ആ കാര്യം ഞാൻ റെഡിയാക്കി തരാം. അതായത് ഒരു പറ്റിയ സ്പോട്ടിൽ കൊണ്ട് വണ്ടി കയറ്റിയിടുക, നേരെ ബോക്സറും ചേട്ടന്റെ LVയും ടീഷർട്ട് ഇടാമല്ലോ. ടീഷർട്ട് ഇടണമെന്നാണ് എന്റെ ആഗ്രഹം. അത് അല്ലല്ല, എന്നെ മാത്രം ആൾക്കാരെ ട്രോൾ ചെയ്യാൻ പോരാ,
പിന്നെ ഓരോരുത്തര് ട്രോള് കിട്ടുമ്പോഴേ ഒരു മനസ്സിന് സന്തോഷമായി. ഇല്ല, വയനാട്ടായതുകൊണ്ട് തണുപ്പാണ്, അത് ഇതാണ്. ഓക്കെ ഓക്കെ, ടീഷർട്ടിൽ അനുവദിക്കണം. ടീഷർട്ടും ബോക്സറും ഇട്ട് കണ്ണാടിയും വെച്ച് കിടന്നാ പോരെ. ഓക്കെ, വണ്ടിയുടെ ബാക്കിൽ കിടക്കണം, ഉറങ്ങണം. അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. പോട്ടെ പയ്യനല്ലേ, ക്ഷമിച്ചിരിക്കും.